വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിൻ്റെ ഓരോ ദിക്കുകളിലുമായി നിൽക്കുന്ന ചെടികൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ താളം തെറ്റാത്ത രീതിയിൽ കാത്തു പരിപാലിക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നാം നമ്മുടെ വീടുകളിൽ നട്ടുവളർത്തുന്ന ചെടികൾ. നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ധനികന്മാരുടെ വീടുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുവാൻ കഴിയും, അവരുടെ വീടുകളിൽ ചില പ്രത്യേക ചെടികൾ അതിൻ്റേതായ ദിശയിൽ വളരെ ആരോഗ്യത്തോടെ വളരുന്നുണ്ടാകും. ഞാൻ ഇത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന്, ചില വ്യക്തികളെ കണ്ടുള്ള പരിചയത്തിൽ നിന്ന് തന്നെയാണ്. അതായത് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഈ ചെടികൾക്ക് ആ വ്യക്തികൾ പ്രാധാന്യം നൽകുന്നതിന് അനുസരിച്ച് അതിൻ്റേതായ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും അഭിവൃദ്ധിയുമൊക്കെ അവരുടെ കുടുംബങ്ങളിലേക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് അവർ വളരെ രഹസ്യമായി തന്നെയാണ് ചെയ്യുന്നതും. അപ്പോൾ ഈ ചെടികൾ ഏത് വീട്ടിലാണോ യഥാസ്ഥാനത്ത് നട്ടുവെക്കുന്നത്, ആ ഭവനത്തിലേക്ക് സർവ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും ഒക്കെ വന്നു നിറയും. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് സമ്പത്തിനെയും സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ഒക്കെ ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള 8 ചെടികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ 8 ചെടികളും ധനികന്മാരായിട്ടുള്ള ആളുകളുടെ ഏത് വീടെടുത്ത് നോക്കിയാലും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന് ഉത്തമമായിട്ടുള്ള ഒരു തെളിവ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതുമാണ്. ഇതിൽ ഒന്നാമതായി, വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് സമ്പത്തിനെയും പോസിറ്റീവ് ഊർജത്തെയും ഒക്കെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് സർവ്വസുഗന്ധി ചെടി. വളരെ തുച്ഛമായ വിലയിൽ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് വളർത്തുവാൻ കഴിയുന്ന ഒരു ചെടിയാണെങ്കിൽ പോലും വാസ്തുശാസ്ത്രമനുസരിച്ച് ഈ ഒരു ചെടിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ ഈ ചെടി നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുമ്പോൾ അവയുടെ സ്ഥാനത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം സർവ്വസുഗന്ധി ചെടി നടേണ്ട ശരിയായ സ്ഥാനം വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലാണ്. ഇപ്രകാരം ഈ ദിശയിൽ സർവ്വസുഗന്ധി ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യമെല്ലാം അകന്ന് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യവുമെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇനി രണ്ടാമതായി, വാസ്തുശാസ്ത്ര പ്രകാരം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു ചെടിയാണ് ക്രാസുല ചെടി. സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനത്തിനും വീടിൻ്റെ ഉയർച്ചയ്ക്കുമൊക്കെയായി ഈ ചെടി നിങ്ങളുടെ വീടുകളിൽ നട്ടുവളർത്തേണ്ട ദിശ എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്കേ ദിശയിലാണ്. ഈ ചെടികൾ വീടുകളിൽ നല്ല രീതിയിൽ വളരുന്നത് ആ വീട്ടിലെ എല്ലാവിധ നെഗറ്റീവ് ഊർജത്തെയും അകറ്റി നിർത്തി വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ആ വീട്ടിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാകുവാനും മനസ്സമാധാനവും സന്തോഷവും നിങ്ങളുടെ വീടുകളിൽ നിറയുവാനും ഇടയാകും. മാത്രമല്ല, വളരെയധികം ചിലവുകളൊക്കെയുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത കൈവരിക്കുവാൻ സഹായിക്കുന്ന ഒരു ചെടി തന്നെയാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ ചെടികൾ വളരുന്ന വീടുകളിൽ ഉള്ള കുട്ടികളുടെ കഴിവ് നല്ല രീതിയിൽ വർദ്ധിക്കുവാനും കുട്ടികളുടെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങൾ
വന്നു ചേരുവാനുമൊക്കെ ഫലപ്രദമാണ് ഈ ചെടി വീടുകളിൽ വളരുന്നത്. ഇനി മൂന്നാമതായി, നിങ്ങളുടെ വീടിൻ്റെ സമ്പത്തിനും അഭിവൃദ്ധിക്കുമൊക്കെയായി നട്ടുപിടിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് മാതളനാരകം. വളരെ അധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഈ ഒരു ചെടി വീടുകളിൽ നട്ടു വളർത്തേണ്ട ശരിയായ ദിശ തെക്ക് കിഴക്ക് ദിശയാണ്. നിങ്ങൾ ഇപ്രകാരം വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിൽ മാതളനാരകം നട്ടുപിടിപ്പിക്കുന്നതും അവ പൂക്കുകയും കായ്ക്കുകയുമൊക്കെ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ വീടുകളിലെ സമ്പത്തും ഐശ്വര്യവുമൊക്കെ വർദ്ധിക്കും എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിലോ വീടിൻ്റെ നടുമുറ്റത്തോ ഒന്നും തന്നെ മാതളനാരകം നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. ഇത് ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ മാതളനാരകം ശരിയായ സ്ഥാനത്ത് നട്ടു വളർത്തുമ്പോൾ വാസ്തുശാസ്ത്രം പറയുന്ന മറ്റൊരു ഫലം എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് സന്താന സൗഭാഗ്യങ്ങളും ഗ്രഹദോഷങ്ങളിൽ നിന്നുള്ള മുക്തിയുമെല്ലാം തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. ഇനി നാലാമതായി, ഒരു വീടിൻ്റെ ഉന്നമനത്തിനായി വാസ്തുശാസ്ത്രമനുസരിച്ച് വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരമാണ് മാവ്. ഇപ്രകാരം നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും ഉയർച്ചയുമൊക്കെ ലഭിക്കുവാനായി മാവ് നട്ടു വളർത്തേണ്ട ശരിയായ ദിശ വടക്ക് അല്ലെങ്കിൽ കിഴക്ക്, അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയാണ്. ഈ ദിശയിൽ മാവ് നല്ല രീതിയിൽ വളരുകയും പൂവിടുകയുമൊക്കെ ചെയ്യുന്നത് ആ വീട്ടിലേക്ക് വരുന്ന സമ്പൽ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ മാവ് വീടുകളിൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും വീടിനോട് ചേർത്ത് ഇവ നടാതിരിക്കുക എന്ന് തന്നെയാണ്. കാരണം വീടിന് മുകളിൽ ഇവ വളരുന്നതും ചില സമയങ്ങളിൽ മാവിൻ്റെ നിഴൽ വീടിൻ്റെ മുകളിൽ പതിക്കുന്നതുമൊന്നും അത്ര ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല. അതിനാൽ വീടിനോട് അല്പം മാറ്റി നിങ്ങൾക്ക് മാവ് നടാവുന്നതാണ്. അത് ഗുണകരമായ ഫലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. ഇനി അഞ്ചാമതായി, എത്ര ദാരിദ്ര്യത്തിൽ കിടന്നിരുന്ന വീടിനെയും സമ്പത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ലക്കി ബാംബു. സമ്പത്തിൻ്റെ വരവ് മാത്രമല്ല, എല്ലാം കൊണ്ടും ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണഫലങ്ങളെയും ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു ചെടി നടേണ്ട ദിശയ്ക്കും മാറ്റമുണ്ട്. അത് ഇപ്പോൾ തന്നെ വ്യക്തമാക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവർ തമ്മിലുള്ള ഐക്യവും മനസ്സമാധാനവും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനുമൊക്കെയായി ലക്കി ബാംബു നടേണ്ട ശരിയായ ദിശ കിഴക്ക് ദിശയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പണത്തിൻ്റെ വരവും സമ്പത്തും സമൃദ്ധിയുമൊക്കെ അധികരിക്കുവാനായി നിങ്ങൾ ഈ ഒരു ചെടി നടേണ്ട ദിശ തെക്ക് കിഴക്ക് ദിശയാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും ബന്ധങ്ങളിലുള്ള സ്ഥിരതയ്ക്കുമൊക്കെ വേണ്ടി ഈ ചെടി നടേണ്ട ശരിയായ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് ദിശയാണ്. ഇനി അതല്ല, നിങ്ങൾ ലക്കി ബാംബു ചെടി വടക്ക് ദിശയിലാണ് നട്ടുപിടിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള ഉന്നമനവും പുതിയ ജോലി എന്ന സ്വപ്നവുമൊക്കെ സാക്ഷാത്കരിക്കുവാനിടയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന കവാടത്തിന് സമീപത്തായി ലക്കി ബാംബു വളർത്തുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അത്ഭുതകരമായ രീതിയിൽ ഒരു വീട്ടിലേക്ക് സർവ്വസമൃദ്ധിയും ആകർഷിക്കുന്ന ഒരു ചെടിയായതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും വീടുകളിൽ ഇവ വളർത്തുക. വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചകളെയും ആകർഷിക്കുന്ന ആറാമത്തെ ചെടിയാണ് കറ്റാർ വാഴ. വാസ്തുപരമായിട്ടുള്ള പ്രാധാന്യത്തിന് പുറമെ വളരെയേറെ ഔഷധ ഗുണവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് കറ്റാർ വാഴ. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായി
പുറംതള്ളി ആ വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജത്തിൻ്റെ അളവിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുവാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു ചെടിയാണ് ഇത്. നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്തോ വടക്ക് വശത്തോ ആയി കറ്റാർ വാഴ നടുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ലിവിംഗ് റൂമിലും ബാൽക്കണിയിലുമൊക്കെ കറ്റാർ വാഴ നട്ടുവയ്ക്കുന്നത് വഴി വായുവിനെ ശുദ്ധീകരിക്കുകയും കൂടുതൽ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ചെയ്യും. ഈ ഏഴാമതായിട്ട് തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുവാനായിട്ട് നട്ടുവളർത്തേണ്ട ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഈ ചെടിയുടെ മുകളിലേക്ക് വളരുന്ന ഇലകൾ സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും ഒക്കെ പ്രതീകമാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ പുറംതള്ളിക്കൊണ്ട് കൂടുതൽ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇവ. സ്നേക്ക് പ്ലാന്റുകൾ നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ തെക്ക് കിഴക്ക് അല്ല എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ദിശയാണ്. ഈ ചെടികൾ സമൃദ്ധമായി വളരുന്ന വീടുകളിൽ എപ്പോഴും ശാന്തിയും സമാധാനവും നിലനിൽക്കുമെന്നുള്ളതാണ് വാസ്തവം. വീടുകളിൽ മാത്രമല്ല, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഈ ചെടി വയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നതിനും കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കുന്നതിനുമൊക്കെ സഹായിക്കും. ഈ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം വരുന്നതായും പല പഠനങ്ങളും പറയുന്നുണ്ട്. ഇനി എട്ടാമതായി നിങ്ങളുടെ വീടിൻ്റെ സമ്പത്തിനും സമൃദ്ധിക്കും ഉയർച്ചകൾക്കുമൊക്കെയായി തീർച്ചയായും നട്ടുവളർത്തേണ്ട ഒരു ചെടിയാണ് പീസ് ലില്ലി പ്ലാന്റ്. പോസിറ്റീവ് എനർജിയുടെ കലവറ തന്നെയാണ് ഈ ചെടികൾ. വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇരുവശത്തുമായി ഈ ചെടികൾ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ഈ ചെടികൾ നട്ടുവളർത്തേണ്ട ശരിയായ ദിശ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയാണ്. എത്ര മനസ്സമാധാനക്കേടുള്ള വീടാണെങ്കിലും ഈ ചെടികൾ യഥാർത്ഥ സ്ഥാനത്ത് നട്ടുപരിപാലിക്കുമ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും. മനസ്സമാധാനവും സന്തോഷവും നിങ്ങളുടെ വീടുകളിലേക്ക് നിറയ്ക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കുമൊക്കെ ഉതകുന്ന ഒരു ചെടിയാണ് ഇവ. അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുള്ള 8 ചെടികളും വാസ്തുശാസ്ത്രപ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ളവയും ജീവിതത്തിൽ നിന്നുള്ള അനുഭവം എടുത്തു നോക്കുമ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ എല്ലാം തന്നെ രഹസ്യമായി നട്ടുവളർത്തുന്നവയുമാണ്. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഇവ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന യഥാസ്ഥാനങ്ങളിലായി നിങ്ങൾ ഇവ നട്ടുപരിപാലിക്കുക. അതിൻ്റേതായ എല്ലാ ശുഭകരമായ ഫലങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുവാനിടയാകും. ഇനി ഇതിൽ ഏതെങ്കിലും ചെടികൾ നിങ്ങൾ നട്ടുവളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും ഒന്ന് എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.